ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ നമുക്ക് വേഗം തന്നെ ഇത് തയ്യാറാക്കാം. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും സവാളയും കറിവേപ്പിലും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 3 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 1 തക്കാളി. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ ഒക്കെ റോ സ്മെല്ലൊന്ന് പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ 1 മിനിറ്റാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വെള്ളവും സേമിയയും ഒക്കെ ഒരേ കപ്പിലാണ് അല്ലെങ്കിൽ ഒരേ ഗ്ലാസ്സിലാണ് അളന്നെടുക്കേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഏലക്കായും പട്ടിയും ഗ്രാമ്പും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റോസ്റ്റഡ് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ റോസ്റ്റഡ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ടൈം നോക്കണം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം. അപ്പോൾ മറക്കണ്ട കേട്ടോ, 3 മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കേണ്ടത്. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദേ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ല, നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. സേമിയ സ്റ്റിക്കി ആയിട്ടില്ല, കുഴഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം, സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു സേമിയ ഉപ്പുമാവ് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ നമ്മുടെ ചാനലിൽ സേമിയ വെച്ചിട്ട് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ട്. സേമിയ ചെമ്മീൻ ബിരിയാണി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്